Hi friends, PC Master the Gateway to Success in പുതിയൊരു ഇന്ത്യൻ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാന മുന്നേറ്റങ്ങളുടെ 12ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇന്ന് നമ്മൾ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് കൊണ്ട് ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ ചാനലിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ബേസ് ലെവൽ ടെസ്റ്റുകൾ അടങ്ങുന്ന ഒരു സീരീസും അതുപോലെ തന്നെ കേരള PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന മറ്റൊരു സീരീസും ചെയ്യുന്നുണ്ട്. അപ്പം അതും കൂടി നിങ്ങൾ എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ആദ്യം 1942 രൂപം കൊണ്ട ഇന്ത്യൻ നാഷണൽ ആർമിയെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഇന്ത്യൻ നാഷണൽ ആർമി? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് വേൾഡ് വാർ സമയത്ത്, രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തില് ജപ്പാൻ സൈന്യത്തിന്റെ സഹായത്തോടു കൂടി റാഷ് ബിഹാരി ബോസ് രൂപം കൊടുത്തൊരു സൈന്യമാണ് ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INA എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് അന്ന് ജപ്പാൻ സൈന്യത്തിന്റെ സഹായത്തോടു കൂടി റാഷ് ബിഹാരി ബോസ് രൂപം കൊടുത്ത ഒരു സേനയാണ് ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അന്ന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടണമെങ്കിൽ ഒരു സൈന്യത്തിനെ ഉപയോഗിക്കണമെന്ന് അന്നത്തെ ദേശീയ വാദികളുടെ ആ ഒരു വിശ്വാസമാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ രൂപീകരണത്തിന് കാരണമായത്. ഓക്കെ, അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ ജനറൽ മോഹൻ സിംഗ് ആണ് ഇങ്ങനെയൊരു ആശയം കൊണ്ടുവന്നത്. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ജനറൽ മോഹൻ സിംഗ് ആണ്. ശ്രദ്ധിച്ചിരിക്കണം, കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട് ഇതില്. അപ്പം ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ ജനറൽ മോഹൻ സിംഗ് ആണ്. പക്ഷെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആദ്യകാല നാമം, ഇത് ഫോം ചെയ്യുന്ന സമയത്ത് 1942 ഇത് ഫോം ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ആസാദ് ഹിന്ദ് ഫൗജ് എന്നായിരുന്നു. ഇത് പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമി ആയി മാറുകയായിരുന്നു. അപ്പോൾ റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത്. പിൽക്കാലത്ത് 1943 ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയുണ്ടായി? സുഭാഷ് ചന്ദ്രബോസ് ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയുണ്ടായി. ഓക്കെ, അപ്പം കൺസെപ്റ്റ് കൊണ്ടുവന്നത് ജനറൽ മോഹൻ സിംഗ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസിൽ നിന്നും ഇതിന്റെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുക്കുകയുണ്ടായി. ഇനി റാഷ് ബിഹാരി ബോസ്, രണ്ടും ബോസ് ആണ്. റാഷ് ബിഹാരി ബോസിനെ കുറിച്ച് നമുക്ക് മറ്റൊരു പോയിന്റ് കൂടി പഠിക്കാനുണ്ട്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാലും റാഷ് ബിഹാരി ബോസ് ആണ്. അപ്പോൾ ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1920 to 40 ആ ഒരു കാലഘട്ടത്തില് എന്താണ്, നമ്മുടെ ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി വിദേശത്തുള്ള, അതായത് പ്രവാസികളുടെ സഹായം നമുക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഘടന, ഒരു ലീഗ് രൂപീകരിക്കുകയുണ്ടായി. അപ്പം ഇതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗും പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ലയിക്കുകയാണ് ഉണ്ടായത്. INA ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ലയിക്കുകയാണ് ഉണ്ടായത്. അപ്പോ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാലും റാഷ് ബിഹാരി ബോസ് തന്നെയാണ് അതിന്റെ ആൻസർ. അപ്പൊ ടോക്കിയോയിൽ 1942 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് അവിടെ സ്ഥാപിക്കുന്നു. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഇതിന്റെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് 1943 ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു. ഓക്കെ, ഇനി ആസാദ് ഹിന്ദ് ഫൗജ് പറഞ്ഞല്ലോ, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആദ്യകാല നാമം ആസാദ് ഹിന്ദ് ഫൗജ് എന്നായിരുന്നു. ഇത് 1942 ഫോം ചെയ്യുന്നത്. ആസാദ് ഹിന്ദ് ഫൗജ് പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പുനർനാമകരണം ചെയ്തത് 1943 ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഝാൻസി റാണി റെജിമെന്റ്. ഝാൻസി റാണി റെജിമെന്റ് എന്താണ്? INAയുടെ വനിതാ റെജിമെന്റിന്റെ പേരാണ് ഝാൻസി റാണി റെജിമെന്റ് എന്നറിയപ്പെടുന്നത്. അതായത് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒരു സൈനിക റെജിമെന്റ് ആയിരുന്നു ഝാൻസി റാണി റെജിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഝാൻസി റാണി റെജിമെന്റിന്റെ നേതൃത്വം ആർക്കായിരുന്നു ചോദിച്ചാൽ ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. ധാരാളം പരീക്ഷകൾ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഝാൻസി റാണി റെജിമെന്റിന്റെ നേതൃത്വം നൽകിയത് ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ഝാൻസി റാണി റെജിമെന്റിന് നേതൃത്വം നൽകിയത്. ഓക്കെ,
ഇനി ഇന്ത്യൻ നാഷണൽ ആർമി INA തടവുകാരെ വിചാരണ ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഡൽഹിയിലെ ചെങ്കോട്ടയിലാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയിലെ തടവുകാരെ ബ്രിട്ടീഷുകാരെ പിടിച്ചിട്ട് വിചാരണ ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് ഡൽഹിയിലെ ചെങ്കോട്ട. ഓക്കെ, ആസാദ് ഹിന്ദ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു താൽക്കാലിക ഗവൺമെന്റ് നേതാജി എവിടെ സ്ഥാപിച്ചു? സിംഗപ്പൂരിൽ സ്ഥാപിക്കുകയുണ്ടായി. ഓക്കെ, ഇനി INA പതാക എന്ന് പറയുന്നത് എന്താണ്? അതിൽ ഒരു കടുവയുടെ ചിത്രമുള്ള ഒരു ത്രിവർണ്ണ പതാകയായിരുന്നു. അപ്പം INA പതാകയിൽ ഉണ്ടായിരുന്ന മൃഗം എന്താണ്? കടുവ. ഒരു കുതിക്കുന്ന ഒരു കടുവ, ഒരു ചാടുന്ന ഒരു കടുവയുടെ ഒരു പടമാണ് അതിനകത്തുള്ളത്. അങ്ങനെ ഒരു ചിത്രമാണ് INA പതാകയിലുള്ളത്. അപ്പം INA പതാകയിലുള്ള മൃഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കടുവയാണ് INA പതാകയിലുള്ള മൃഗം. ഓക്കെ, അപ്പം ഇന്ത്യൻ നാഷണൽ ആർമി 1942 രൂപീകരിച്ച ആരാണെന്ന് ചോദിച്ചാൽ രാജ് ബിഹാരി ബോസ്. കൺസെപ്റ്റ് കൊണ്ടുവന്നത് ജനറൽ മോഹൻ സിംഗ്. ഇതിന്റെ നേതൃത്വം പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുക്കുകയുണ്ടായി. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിക്കുന്നത് രാജ് ബിഹാരി ബോസ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് പിന്നീട് എന്തിൽ ലയിക്കുകയുണ്ടായി? ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ലയിക്കുകയുണ്ടായി. ആസാദ് ഹിന്ദ് ഫൗജ് എന്താണ്? INA ആദ്യകാല നാമം. ഇത് പിന്നീട് 1943 ഇന്ത്യൻ നാഷണൽ ആർമി ആയി മാറി. ചാച്ചിറാണി റെജിമെന്റ് എന്നുള്ളതാണ് ഇതിന്റെ INA വനിതാ റെജിമെന്റിന്റെ പേര്. ഇത് നയിച്ചത് ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മി. ഇത്രയൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട നമുക്ക് പോയിന്റ്സ്. ഡിഗ്രി ലെവൽ എക്സാംസിനാണെങ്കിൽ പോലും ഇത്രയും പോയിന്റ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരുന്നാൽ മതിയാകും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അടുത്തായിട്ട് നമുക്ക് CR ഫോർമുല അല്ലെങ്കിൽ രാജാജി ഫോർമുല 1944 എന്താണ് CR ഫോർമുല എന്ന് നോക്കാം. ഓക്കെ, കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുണ്ടായ എന്താണ് സഹകരണത്തിനായിട്ട് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് മുന്നോട്ട് വെച്ചൊരു വ്യവസ്ഥയാണ് എന്ത്? CR ഫോർമുല അല്ലെങ്കിൽ രാജാജി ഫോർമുല എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു രാജാജി ഫോർമുല മുന്നോട്ട് വെച്ച ആരാണ്? C. രാജഗോപാലാചാരി. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ രാജാജി ഫോർമുല അല്ലെങ്കിൽ CR ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, രാജാജി ഫോർമുല അറിയപ്പെടുന്നത് CR ഫോർമുല എന്നാണ്. C. രാജഗോപാലാചാര്യാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്, ഇങ്ങനെ ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചത്. പക്ഷെ ഈ വ്യവസ്ഥയെ മുഹമ്മദ് അലി ജിന്നയും മുസ്ലിം ലീഗും ഈ ഒരു ഫോർമുലയെ അംഗീകരിച്ചില്ല. ഓക്കെ, അപ്പം CR ഫോർമുല എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വെച്ചത് ആരാണ്? C. രാജഗോപാലാചാരി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു സഹകരണത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ചൊരു വ്യവസ്ഥയായിരുന്നു. ഇതിനെ ആരംഗീകരിച്ചില്ല? മുസ്ലിം ലീഗ് അംഗീകരിക്കുകയുണ്ടായില്ല. അടുത്ത പോയിന്റ് നോക്കാം. വേവൽ പ്ലാൻ 1945 1945 വേവൽ പദ്ധതി ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1945 വേവൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നത്. ഓക്കെ, രണ്ടാം ലോക മഹായുദ്ധ അനന്തരം ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രതിസന്ധി, ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവുകയും ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വേവൽ പ്രഭു, വൈസ്രോയി ആയിരുന്ന വേവൽ പ്രഭു ആണ് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത്. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന SL അമറിയാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വേവൽ പ്ലാൻ പറയുന്നത്? അപ്പൊ നമുക്ക് പ്രിലിംസിലൊക്കെ ചോദിക്കാൻ പറ്റുന്ന വേവൽ പ്ലാൻ ഏത് വർഷം കൊണ്ടുവന്നു എന്ന് മാത്രമായിരിക്കാം. നമുക്ക് മറ്റ് പരീക്ഷകൾക്ക് ഇത് പ്രയോജനപ്പെടും. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് നമുക്ക് പ്രയോജനപ്പെടും. അപ്പം വേവൽ പദ്ധതി 1945 കൊണ്ടുവന്നത്. വൈസ്രോയി ആയിരുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അന്നത്തെ വൈസ്രോയി ആയിരുന്ന വേവൽ പ്രഭുവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന SL അമറി മുന്നോട്ട് വെച്ച പദ്ധതിയാണ് വേവൽ പ്ലാൻ. അപ്പൊ നമുക്ക് എന്താണ് ഈ വേവൽ പ്ലാൻ എന്ന് നോക്കാം. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. അപ്പൊ ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അതിൽ നിന്നും സെലക്ട് ചെയ്യുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ത് ചെയ്യാം? ജനകീയ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കുക എന്നതായിരുന്നു ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. അപ്പം അവര് കൊണ്ടുവന്ന ഒരു പ്ലാനാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവരെ ഉൾപ്പെടുത്തി വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു വീണ്ടും പുനഃസംഘടിപ്പിക്കുക എന്നതായിരുന്നു ഈ വേവൽ വേവൽ പ്ലാനിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേവൽ പ്ലാൻ എന്ന് പറയുന്നെങ്കിലും വേവൽ അമറി പ്ലാൻ എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വൈസ്രോയി ആരായിരുന്നു വെച്ചാൽ വേവൽ പ്രഭു, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നത് SL അമറിയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്ലാൻ പ്രകാരം സെലക്ട് ചെയ്യപ്പെടുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവരെ ഉൾപ്പെടുത്തിയിട്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ പുനഃസംഘടിപ്പിക്കുക എന്നതായിരുന്നു ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം.
ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഇത് SL അമറി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് പോയിന്റ് എഴുതിയിരിക്കുന്നത്. അടുത്ത സിംല കോൺഫറൻസ്, അത് ഏത് വർഷം? 1945, 1945 സിംല കോൺഫറൻസ് നടക്കുന്നത്. ഓക്കെ, അപ്പം ഈ വേവൽ പ്ലാനിലെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതിന് വേണ്ടി 1945 വേവൽ പ്രഭുവിന്റെ തന്നെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് വേവൽ പ്ലാനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? രാഷ്ട്രീയ പാർട്ടികളെ ഉൾപ്പെടുത്തി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ പുനഃസംഘടിപ്പിക്കുമെന്നാണ്. അപ്പം ഇത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് 1945 വേവൽ പ്രഭുവിന്റെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ചു ചേർത്തു. എവിടെ വെച്ച്? സിംലയിലാണ് ഈ കോൺഫറൻസ് നടന്നത്. അതുകൊണ്ടാണ് സിംല കോൺഫറൻസ് എന്ന് പറയുന്നത്. ഈ കോൺഫറൻസ് സമയത്ത് INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കേണ്ട പോയിന്റ്, സിംല കോൺഫറൻസ് നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1945. ഈ സിംല കോൺഫറൻസ് നടക്കുന്ന സമയത്തെ INC പ്രസിഡന്റ് ആരായിരുന്നു ചോദിച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. CR ഫോർമുല 1944, വേവൽ പ്ലാൻ 1945, സിംല കോൺഫറൻസ് ഓൾസോ 1945. നാവിക കലാപം 1946 കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ എന്താണ് ഈ നാവിക കലാപം എന്ന് പറയുന്നത്? 1946 നാവിക കലാപം നടക്കുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യൻ നേവിയിൽ, റോയൽ ഇന്ത്യൻ നേവിയിലെ ഉദ്യോഗസ്ഥരെ അവരുടെ അനുവാദം കൂടാതെ വിദേശ രാജ്യങ്ങളിലേക്ക് അവരെ ജോലിക്ക് അയക്കുക, അതുപോലെ തന്നെ അവര് ഉദ്ദേശിക്കുന്ന സമയത്ത് അവരെ തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ അനുവദിക്കാതിരിക്കുക, അതുപോലെ തന്നെ അവർക്ക് സാലറി വർധനവ് നൽകാതിരിക്കുക, ഇങ്ങനെയുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നടന്ന ഒരു കലാപമാണ് നാവിക കലാപം എന്ന് പറയുന്നത്. 1946 ഇത് നടക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വർഷം മുമ്പ് നാവിക കലാപം 1946 നടക്കുന്നത്. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോംബെയിലാണ് ഇത് ആരംഭിച്ചതെങ്കിലും പിന്നീട് ഇത് ഇന്ത്യ ഒട്ടുക്കും ഇത് വ്യാപിക്കുകയുണ്ടായി. പക്ഷെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബ്രിട്ടീഷ് അതിനെ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. ഇതിനെ അനുകൂലിച്ച രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് ഇതിനെ അന്ന് അനുകൂലിച്ചിരുന്നത്, നാവിക കലാപത്തെ. ഓക്കെ, അപ്പം ബോംബെയിലാണ് ഇത് ആരംഭിക്കുന്നത്. നാവിക കലാപം ആരംഭിക്കുന്നത് ബോംബെയിലാണ്. HMS തൽവാർ എന്ന് പറയുന്ന കപ്പലിലാണ് ഈ ഒരു നാവിക കലാപം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. HMS തൽവാർ എന്ന് പറയുന്ന ഷിപ്പ്, ഈ ഷിപ്പിലാണ് ആദ്യമായി നാവിക കലാപം ആരംഭിക്കുന്നത്. ഈ നാവിക കലാപം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു ആണ്. 1946 സമയത്ത് വേവൽ പ്രഭു ആണ് ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ BC ദത്താണ് നാവിക കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ഓക്കെ, അടുത്തതായിട്ട് നാവിക കലാപവുമായി ബന്ധപ്പെട്ട് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഗാന്ധിജി പറഞ്ഞ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്, സ്വരാജിന്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരാണി എന്ന് നാവിക കലാപത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. എന്താണ്? സ്വരാജിന്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരാണി എന്നാണ് നാവിക കലാപത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അപ്പം നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ്, 1946 നാവിക കലാപം നടക്കുന്നത്. ബോംബെയിലാണ് ഇത് ആരംഭിക്കുന്നത്. ഇത് ആരംഭിച്ച കപ്പൽ ഏതാണെന്ന് വെച്ചാൽ HMS തൽവാർ എന്നുള്ളതാണ്. നാവിക കലാപം നടക്കുന്ന സമയത്തെ വൈസ്രോയി വേവൽ പ്രഭു ആണ്. ഇതിന് നേതൃത്വം നൽകിയ ആരാണ്? BC ദത്ത്. അതുപോലെ തന്നെ ഗാന്ധിജി പറഞ്ഞ പ്രശസ്തമായ സ്റ്റേറ്റ്മെന്റും കൂടി ഓർത്തു വെക്കുക. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്തായിട്ട് നമുക്ക് ക്യാബിനറ്റ് മിഷൻ 1946 കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് ഈ ക്യാബിനറ്റ് മിഷൻ? ഇന്ത്യയിൽ അധികാര കൈമാറ്റം, ഇന്ത്യക്കാർക്ക് നമുക്ക് അധികാരം തരുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് നിയമിച്ച ഒരു കമ്മീഷൻ ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാറായി. അപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാര് നമുക്ക് അധികാരം കൈമാറുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് നിയമിച്ച ഒരു കമ്മീഷനാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് 1946. അപ്പം ഈ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു ചോദിച്ചാൽ ക്ലെമന്റ് ആറ്റ്ലി ആണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ഇനി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. 1946 മാർച്ച് 24-നാണ്. 1946 മാർച്ച് 24-നാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത്. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പെത്തിക് ലോറൻസ്, AV അലക്സാണ്ടർ, സ്റ്റാഫോർഡ് ക്രിപ്സ്.
അപ്പോൾ ഇവര് 3 പേരാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പെത്തിക് ലോറൻസ് ആണ് ഇതിന് നേതൃത്വം നൽകിയത്. ക്യാബിനറ്റ് മിഷന് നേതൃത്വം നൽകിയ ആരാണെന്ന് ചോദിച്ചാൽ പെത്തിക് ലോറൻസ് ആണ്. അപ്പോൾ ഇതിലെ അംഗങ്ങൾ ഇവര് 3 പേരാണ്. അപ്പൊ 4 ഓപ്ഷൻസ് തന്നിട്ട് ഇതില് ക്യാബിനറ്റ് മിഷനിലെ അംഗമല്ലാത്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കിയിരിക്കണം. ഇത് 3 പേര്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേരള PSCയുടെ. ഇനി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുന്ന സമയത്തെ INC പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നത്. ഇനി മറ്റൊരു പോയിന്റ്, ഈ ഒരു ക്യാബിനറ്റ് മിഷനെ മുസ്ലിം ലീഗ് ആദ്യം അംഗീകരിക്കുകയും പക്ഷെ പിന്നീട് ഈ തീരുമാനം മാറ്റി, ഈ ഒരു അഭിപ്രായം മാറ്റിയിട്ട് ക്യാബിനറ്റ് മിഷനെതിരെ ഒരു ഡയറക്റ്റ് ആക്ഷൻ ഡേ, ഒരു പ്രത്യക്ഷ സമര ദിനം പ്രഖ്യാപിച്ചു. എന്ന് 1946 ഓഗസ്റ്റ് 16. ഓഗസ്റ്റ് 16 ഇവരിത് അംഗീകരിച്ചില്ല. അതിന് പകരം 1946 ഓഗസ്റ്റ് 16 ഇവരൊരു ഡയറക്റ്റ് ആക്ഷൻ ഡേ ആചരിച്ചു. അപ്പൊ ഈ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു ക്ലെമന്റ് ആറ്റ്ലി. അപ്പൊ ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യക്കൊരു ഒരു ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് സ്ഥാപിക്കുക, അതുപോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുക, അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് അവരുടെ ഒരു സമ്മേളനം വിളിച്ചിട്ട് ഒരു ഇടക്കാല മന്ത്രിസഭ, ഒരു ഇന്ററിം ഗവൺമെന്റ് രൂപീകരിക്കുക എന്നൊക്കെയാണുള്ളതായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ ലക്ഷ്യങ്ങൾ. ഇതൊക്കെയായിരുന്നു ഇന്ത്യക്ക് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റ് സ്ഥാപിക്കുക, അതുപോലെ തന്നെ ഒരു ഇന്ററിം ഗവൺമെന്റ് ഉണ്ടാക്കുക, ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കുക തുടങ്ങിയവയ്ക്കായിരുന്നു ഇതിന്റെ ലക്ഷ്യങ്ങള്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശങ്ങൾ 1946 മെയ് 16 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശം സമർപ്പിച്ച വർഷം 1946 മെയ് 16. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞൊരു ഇന്ററിം ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞു, ഇടക്കാല ഗവൺമെന്റ്. അപ്പം ഇടക്കാല ഗവൺമെന്റ് 1946 സെപ്റ്റംബർ 2 നിലവിൽ വരുന്നത്. എന്നാണ് 1946 സെപ്റ്റംബർ 2 ഇന്ത്യയിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇടക്കാല മന്ത്രിസഭ. ഓക്കെ, അപ്പം പ്രസിഡന്റ് ഓഫ് എക്സിക്യൂട്ടീവ് കൗൺസിൽ, ഈ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ പ്രസിഡന്റ് വേവൽ പ്രഭു ആയിരുന്നു. ഓക്കെ, ഈ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ പ്രസിഡന്റ് വേവൽ പ്രഭുവും ഇതിന്റെ വൈസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റുവും ആയിരുന്നു. അപ്പൊ ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചു. അപ്പൊ ഈ ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചെന്ന് അറിഞ്ഞ സമയത്ത് എന്ത് ചെയ്തു? മുസ്ലിം ലീഗ് എന്ന് തിരിച്ചു വന്നു. അവര് ആദ്യം ഇന്ത്യൻ ഗവൺമെന്റ് നമ്മുടെ ക്യാബിനറ്റ് മിഷൻ വന്നപ്പോ ഇവരുടെ ഒരു കാര്യങ്ങളും അംഗീകരിക്കാൻ തയ്യാറായില്ല, ഇവിടുന്ന് പിണങ്ങി പോയതാണ്. പിന്നീട് ഇന്ത്യൻ ഗവൺമെന്റ് രൂപീകരിക്കാന്ന് ഒരു തുടങ്ങിയപ്പോഴേക്കും അവർ തിരിച്ചു വന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? അപ്പം ഇടക്കാല ഗവൺമെന്റ് രൂപീകരണത്തിന് അവര് സർക്കാരിന്റെ ഭാഗമാകാമെന്ന് അവര് സമ്മതിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ അവർക്ക് കൂടി കുറച്ച് ഇന്ററിം ഗവൺമെന്റ്, ഇടക്കാല ഗവൺമെന്റിന് ചില വകുപ്പുകൾ അവർക്ക് മുസ്ലിം ലീഗിന് നൽകുകയും ചെയ്തു. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നതൊന്ന് ഞാനൊന്ന് ഓടിച്ചെന്ന് പറയാം. അപ്പം നമ്മുടെ അന്നത്തെ വിദേശകാര്യം, കോമൺവെൽത്ത് ഇതെല്ലാം കൈകാര്യം ചെയ്തിരുന്ന വിദേശകാര്യം ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇടക്കാല മന്ത്രിസഭയിലെ വിദേശകാര്യവും കോമൺവെൽത്തും ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ആഭ്യന്തര മന്ത്രി ആരായിരുന്നു എന്ന് ചോദിക്കാം. ഇടക്കാല മന്ത്രിസഭയിലെ ആഭ്യന്തര മന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ആഭ്യന്തര മന്ത്രിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, നമ്മുടെ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന് പറയുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് കൃഷിയും ഭക്ഷ്യവകുപ്പും കൈകാര്യം ചെയ്തത്. അപ്പൊ തൊഴിൽ വകുപ്പ് ആരായിരുന്നു? ജഗ്ജീവൻ റാമാണ് തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഡിഫൻസ് ബൽദേവ് സിംഗ് ആയിരുന്നു. ഡിഫൻസ് കൈകാര്യം ചെയ്യുന്നത് ബൽദേവ് സിംഗ് ആയിരുന്നു. റെയിൽവേയും വാർത്താവിനിമയവും ആസഫ് അലി ആയിരുന്നു. റെയിൽവേയും ഇന്ററിം ഗവൺമെന്റിന്റെ കാര്യമാണ് ഈ പറയുന്നത്. റെയിൽവേയും വാർത്താവിനിമയവും ആസഫ് അലിയാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഫിനാൻസ് മിനിസ്റ്റർ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാല് ജോൺ മത്തായി ആയിരുന്നു ഫിനാൻസ് മിനിസ്റ്റർ. ഓക്കെ, എങ്കിൽ വ്യവസായ മന്ത്രി ആരായിരുന്നു? വ്യവസായ മന്ത്രി സി രാജഗോപാൽ ആചാര്യ ആയിരുന്നു. എന്തിന്റെ? ഇന്ത്യൻ ഗവൺമെന്റില് ആദ്യം വ്യവസായ മന്ത്രി സി രാജഗോപാൽ ആചാര്യ. പിന്നീട് ഇദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയും കൂടി ഏറ്റെടുത്തു. ഓക്കെ, അപ്പം ഫിനാൻസ് മിനിസ്റ്റർ ഫസ്റ്റ് ഇന്ത്യൻ ഗവൺമെന്റിലെ ഫിനാൻസ് മിനിസ്റ്റർ ജോൺ മത്തായി ആയിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? മുസ്ലിം ലീഗ് കൂടി വന്ന ശേഷം ലിയാഖത്ത് അലി ഖാൻ പിന്നീട് ഇതിന്റെ ഫിനാൻസ് ഏറ്റെടുക്കുകയുണ്ടായി.
അപ്പം ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ് ആരൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. തൊഴിൽ കൈകാര്യം ചെയ്തിരുന്നത് ജഗ്ജീവൻ റാമായിരുന്നു. ജഗ്ജീവൻ റാമാണ് തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്തായിട്ട് നമുക്ക് ആറ്റ്ലി പ്രഖ്യാപനം. എന്താണ് ആറ്റ്ലി പ്രഖ്യാപനം നോക്കാം. ക്ലമന്റ് ആറ്റ്ലി നടത്തിയ ഒരു പ്രഖ്യാപനമാണ് ആറ്റ്ലി പ്രഖ്യാപനം എന്ന് പറയുന്നത്. 1947 ക്ലമന്റ് ആറ്റ്ലി നടത്തിയ പ്രഖ്യാപനമാണ് ആറ്റ്ലി പ്രഖ്യാപനം എന്ന് പറയുന്നത്. അതായത് 1948 ജൂൺ 1 മുമ്പ് ഇന്ത്യക്ക് അധികാരം കൈമാറുമെന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ നടത്തിയ പ്രഖ്യാപനമാണ് ആറ്റ്ലി പ്രഖ്യാപനം. എന്നാണ് 1947 ഫെബ്രുവരി 20 ഇദ്ദേഹം എന്ത് പറഞ്ഞു? ക്ലമന്റ് ആറ്റ്ലി ബ്രിട്ടീഷ് പാർലമെന്റിൽ 1948 ജൂൺ 1 മുമ്പ് ഇന്ത്യക്ക് അധികാരം കൈമാറുമെന്ന് നടത്തിയ പ്രഖ്യാപനമാണ് ആറ്റ്ലി പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഈ ഒരു ആറ്റ്ലി പ്രഖ്യാപനത്തെ ധീരമായ കാൽവയ്പ് എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ആറ്റ്ലി പ്രഖ്യാപനത്തെ ധീരമായ കാൽവയ്പ് എന്ന് വിശേഷിപ്പിച്ചത്. അടുത്തായിട്ട് നമുക്ക് മൗണ്ട് ബാറ്റൻ പ്ലാൻ. അപ്പം ക്ലമന്റ് ആറ്റ്ലി 1948 ജൂൺ 1 മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ. 1947 1947 മൗണ്ട് ബാറ്റൻ പ്ലാൻ. ഇതെന്താണ് ഈ മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്നത്? ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യൻ യൂണിയൻ എന്നും പാകിസ്ഥാൻ എന്നും രണ്ടായി വിഭജിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് പറയുന്നത് 1947. അപ്പം ഈ മൗണ്ട് ബാറ്റൻ പ്ലാന്റെ മറ്റൊരു പേരാണ് ജൂൺ 3 പ്ലാൻ. ജൂൺ 3 പ്ലാൻ. അപ്പം 1947 ജൂൺ 3 ഈ വിഭജന നടക്കുന്നത്. അപ്പൊ ഇതിനെ ജൂൺ 3 പ്ലാൻ എന്നും ബാൾക്കൻ പദ്ധതി എന്നും ഡിക്കി ബേർഡ് പദ്ധതി എന്നും അറിയപ്പെടുന്നു. അപ്പം മൗണ്ട് ബാറ്റൻ പദ്ധതി 1947 അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? ജൂൺ 3 പ്ലാൻ, ബാൾക്കൻ പ്ലാൻ, അതുപോലെ തന്നെ ഡിക്കി ബേർഡ് പ്ലാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. അപ്പൊ മൗണ്ട് ബാറ്റൻ പ്ലാൻ തയ്യാറാക്കുന്നതിന് സഹായിച്ച ഒരു മലയാളിയുണ്ട്. ആരാണ് അദ്ദേഹം? VP മേനോനാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഈ ഒരു പദ്ധതി തയ്യാറാക്കുന്നതിന് സഹായിച്ച മലയാളിയാണ് VP മേനോൻ. ഓക്കെ, അപ്പം ആറ്റ്ലി പ്രഖ്യാപനം 1947 ഫെബ്രുവരി 20 മൗണ്ട് ബാറ്റൻ പദ്ധതി 1947 ആണ്. ജൂൺ 3 പ്ലാൻ എന്നും ബാൾക്കൻ പ്ലാൻ എന്നും ഡിക്കി ബേർഡ് പ്ലാൻ എന്നും അറിയപ്പെട്ടിരുന്നത് എന്താണ്? മൗണ്ട് ബാറ്റൻ പ്ലാനിനെയാണ്. അടുത്ത നമ്മൾ ലാസ്റ്റ് പഠിക്കുന്ന പോയിന്റ് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. അപ്പൊ നമ്മളത് പഠിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമില്ലേ? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ലാസ്റ്റ് നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും ചെറിയ നിയമവും ഇത് തന്നെയായിരുന്നു. അവസാനത്തെ നിയമവും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. അപ്പോൾ ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ 1947 ജൂലൈ 4. ജൂലൈ 4 ഇങ്ങനെ ഒരു ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പാസ്സാക്കിയത് എന്താണെന്ന് ധാരാളം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് 1947 ജൂലൈ 18. 1947 ജൂലൈ 18 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത്. അപ്പം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയ സമയത്ത് ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ പ്രഭു. ലോർഡ് മൗണ്ട് ബാറ്റൻ ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയ സമയത്ത് ബ്രിട്ടീഷ് വൈസ്രോയി. അപ്പൊ നമ്മൾ മുമ്പ് പഠിച്ചു, മൗണ്ട് ബാറ്റൻ പ്ലാനിനെ കുറിച്ചൊക്കെ പഠിച്ചു. അപ്പം അതിനുശേഷം ഈ ഒരു ആക്ട് പാസ്സാക്കിയപ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി മൗണ്ട് ബാറ്റൻ ആയിരുന്നു. അപ്പം ഈ ഒരു ആക്ട് പ്രകാരം എന്താണ് ഈ ആക്ട്? ഈ ആക്ട് പ്രകാരം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം അവര് എന്താണ് ഇന്ത്യൻ യൂണിയനിലോ പാകിസ്ഥാനിലോ ചേരാനുള്ള അധികാരമുണ്ടായിരുന്നു. അതായത് മൗണ്ട് ബാറ്റൻ എന്തായാലും ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിച്ച് ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും രണ്ടായിട്ട് വിഭജിക്കുകയുണ്ടായി. അപ്പം ഈ ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം ഇന്ത്യയിലെ അന്ന് നാട്ടുരാജ്യങ്ങളായിരുന്നല്ലോ, ഇന്ത്യയിൽ എല്ലാം ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പം ഇതിനെ അവർക്ക് ഇഷ്ടപ്രകാരം അവരുടെ ഇഷ്ടപ്രകാരം ഇന്ത്യൻ യൂണിയനിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ ചേരുന്നതിനുള്ള അധികാരം ഉണ്ടായിരുന്നു അവർക്ക്. ഓക്കെ, ഇനി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണയം. ഇന്ത്യ പാകിസ്ഥാൻ അങ്ങനെ വിഭജിച്ചല്ലോ, അപ്പം ഒരു അതിർത്തി നിർണയിക്കണം. അപ്പൊ ഈ ഒരു അതിർത്തി നിർണയ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ സിറിൽ റാഡ്ക്ലിഫ് ആയിരുന്നു.
സിറിൽ റാഡ്ക്ലിഫ് ആയിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണയ സമിതിയുടെ അധ്യക്ഷൻ. അതുകൊണ്ട് നമുക്കറിയാലോ ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണയ സമിതിയുടെ അധ്യക്ഷൻ സിറിൽ റാഡ്ക്ലിഫ് ആയിരുന്നു. അപ്പം ഇദ്ദേഹം ഈ ഒരു അതിർത്തി നിർണയം നടത്തിയത് കൊണ്ട് തന്നെ ഇതിന് ഈ ഒരു പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തി രേഖയെ വിളിക്കുന്ന പേരാണ് സിറിൽ റാഡ്ക്ലിഫ് ലൈൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, ഈ ഒരു ആക്ട് പ്രകാരം 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ സ്വതന്ത്രമായി. 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ സ്വതന്ത്രമായി. അടുത്തായിട്ട് നമുക്ക് രണ്ടാം ലോക മഹായുദ്ധത്തില് മൗണ്ട് ബാറ്റന്റെ സേന അമ്മയുടെ മുന്നിൽ 1945 ഓഗസ്റ്റ് 15 ജപ്പാൻ കീഴടങ്ങിയതിന്റെ ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായി ദിനമായി തിരഞ്ഞെടുത്തു. അപ്പം 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പം ഈ ഒരു ഡേറ്റ് ഓഗസ്റ്റ് 15 നമുക്ക് ഇന്ത്യക്ക് ആ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് വേൾഡ് വാറില് മൗണ്ട് ബാറ്റന്റെ സേനയുടെ മുമ്പിൽ ജപ്പാൻ കീഴടങ്ങിയത് 1945 ഓഗസ്റ്റ് 15 ഈ ഒരു സ്മരണയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി തിരഞ്ഞെടുത്തത്. ഓക്കെ, അപ്പം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം 1947. ഓക്കെ, അപ്പം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അപ്പൊ നമ്മള് ഇതുവരെ 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വരെയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ എല്ലാം കേരള PC പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ റയർ ഫാക്ട്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ക്ലാസ്സുകളും. 12 ക്ലാസ്സുകളായിട്ട് നമ്മൾ ഈ ഒരു സീരീസ്, ഈ ഒരു സെഷൻ ഇവിടെ തീരുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ്, അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. Thank you.